ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചക്കറിയുടെ വില നിലവാരം പെട്ടെന്ന് കൂടിയതിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വില കൂടിയത്? അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് ഇതിന് കാരണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് അവർ കാരണമല്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കാരണം കൊണ്ടാണ് വില കൂടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും നിരപരാധി ആരാണ്? എല്ലാവരും പറയുന്നത് നിങ്ങളാണ് നിരപരാധി, ഞങ്ങളാണ് നിരപരാധി എന്ന് പറഞ്ഞ് ഈ നിരപരാധി ആരാണെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? രാഷ്ട്രീയ പാർട്ടികളാണോ? ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ കഴിവുകേടാണോ? അതോ അവരെ കയറ്റിയിരുത്തിയ നമ്മുടെ കഴിവുകേടാണോ? ആരുടെ കഴിവുകേട് കൊണ്ടാണ് ഈ പച്ചക്കറികൾക്കും നിത്യോപയോഗ സാധനങ്ങൾക്കും ഇങ്ങനെ കുത്തനെ വില കൂടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഉത്തരം ഇതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്ന ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ കൂടി അവർ അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ മുൻഗണനകളും അവരുടെ ചിന്താഗതികളൊക്കെ കാരണം കൊണ്ട് പലപ്പോഴും ഇതൊന്നും എഫക്റ്റീവായി നടക്കാത്തത് കൊണ്ടാണല്ലോ ഈ സാധനങ്ങൾക്ക് വില കൂടുന്നത്. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു തരി സ്ഥലമൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. ഒരു 3 സെൻറ്റോ 5 സെൻറ്റോ ഒക്കെ സ്ഥലമുള്ളവർക്ക് പോലും വീടിൻ്റെ മുകളിലെ ടെറസിലോ അല്ലെങ്കിൽ സൈഡിൽ ഉള്ള സ്ഥലത്തോ കുറച്ച് സ്ഥലത്തൊക്കെ നമുക്ക് ചെറിയ പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തക്കാളിയുടെ വില നിലവാരം കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ്. 100 രൂപയൊക്കെ ആയി തക്കാളി. എല്ലാ വർഷവും ഇതുപോലെ ഈ മഴയിൽ തക്കാളിയൊക്കെ നശിച്ചു പോകാറുണ്ട്. ഈ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിനെ ആശ്രയിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായി ജീവിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ തമിഴരെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരിന്ന് വരുന്ന തക്കാളിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മഴയിലോ പ്രകൃതിക്ഷോഭത്തിലോ പെട്ടെന്നൊന്ന് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളുടെയും വില കുത്തനെ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ ഇവിടെ ഇല്ലാത്തതാണല്ലോ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് ചെറിയ തോതിലെങ്കിലും നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തിക്കൂടാ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചിന്ത. അപ്പോൾ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ബാക്കിയുള്ളവരെ പഴി പറഞ്ഞ് നേരം കളയുന്ന നേരം നമ്മളിപ്പോൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ചാനൽ ചർച്ചകളിൽ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ പകുതി സമയം ദിവസേന സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ അത്ര വലിയൊരു മുതൽ മുടക്കോ അല്ലെങ്കിൽ വലിയൊരു വിജ്ഞാനമൊന്നും ആവശ്യമില്ല. ഒരു തക്കാളി തൈ നട്ട് കഴിഞ്ഞ് ഇതുപോലൊരു തക്കാളിയുടെ ചെടിയായി മാറാൻ അധികം സമയം പോലും വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഒരു 3 മാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തക്കാളി കിട്ടും. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 3 മാസം എന്നുള്ളത് 6 മാസമോ 8 മാസമോ വരെയൊക്കെ ഒരു നല്ലൊരു തക്കാളി തൈയിൽ നിന്ന് നമുക്ക് കായ കിട്ടിക്കൊണ്ടിരിക്കും. 2, 3, 4 തവണ അതിൽ നിന്ന് കായ കിട്ടും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് കൃഷി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതുപോലെ റെയിൻ ഷെൽട്ടറോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ വീടിൻ്റെ മുകളിൽ ട്രസ്സിന് പകരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് വർഷം മുഴുവൻ കൃഷി ചെയ്യാവുന്നതാണല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് ബാക്കിയുള്ളവരെ പഴിച്ച് നേരം കളയുന്നത്? അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും ആദ്യം നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ പ്ലാനിങ് ഫേസിൽ തന്നെ നമ്മൾ ഇനി തൊട്ട് ഇങ്ങനെ പച്ചക്കറി വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്ന അല്ലെങ്കിൽ സ്വയം പര്യാപ്തമാക്കാവുന്ന ഒരു രീതി കൂടി ഇതിൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് അതല്ലേ, ഭക്ഷണമല്ലേ എല്ലാവർക്കും ആദ്യം വേണ്ടത്. അപ്പോൾ ഇത് ആർക്കിടെക്റ്റുമാരും എൻജിനീയേഴ്സിനൊക്കെ ഇത് എത്രയും പെട്ടെന്ന് അവരുടെയൊക്കെ ക്ലയൻസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ഒരു ഗ്രീൻ ഇനീഷ്യേറ്റീവായിട്ട് നമ്മുടെയൊക്കെ വീടുകളുടെ ടെറസ് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക. അത് ഇതുപോലെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വേണ്ടതൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ഈ ഒരു ട്രസ്സിന് പകരം ഇങ്ങനെയുള്ള ഒരു റെയിൻ ഷെൽട്ടർ ചെയ്യണം എന്നുള്ളൂ.
അപ്പോൾ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ലക്ഷം രൂപയൊക്കെ ഒരു ആവറേജ് വീടിന് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം റെയിൻ ഷെൽട്ടർ ആണെങ്കിൽ അതിൻ്റെ പകുതി എമൗണ്ടേ വരുള്ളൂ. നമുക്ക് ആ സ്ഥലം ഇതുപോലെ കറക്റ്റായിട്ട് യൂട്ടിലൈസും ചെയ്യാം. ഇതുപോലെയുള്ള വിലക്കയറ്റം നമ്മളെ ബാധിക്കുകയില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ പച്ചക്കറിക്കൊക്കെ ഇത്രയും വിലയായിരുന്നു. കാരണം നമ്മളിത് പച്ചക്കറി കുറേ കാലമായിട്ട് തക്കാളിയും അല്ലെങ്കിൽ വെണ്ട, ചീര, പയർ ഈ വക സാധനങ്ങളൊന്നും നമ്മൾ പച്ചക്കറി കടയിൽ പോയി വാങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ന്യൂസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്രയും ഡിമാൻഡായിട്ടാണോ ഈ പച്ചക്കറികളൊക്കെ കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കണതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പച്ചക്കറി കൃഷിക്ക് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരോ 5 പേരോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിലത്തെ എല്ലാ ആവശ്യത്തിനും വേണ്ട പച്ചക്കറി മുഴുവൻ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ച് ചെടികൾ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു 5 ചെടി കൊടുക്കുക, ആ ചെടി നോക്കാൻ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം അവർ നോക്കാം. അപ്പോൾ ഒരു വീട്ടിലുള്ളവർ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു വീട്ടിൽ ആവശ്യമായ പച്ചക്കറികൾ മുഴുവൻ 365 ഡേയ്സും നമുക്ക് കിട്ടുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കാലാവസ്ഥ ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. നല്ല പോലെ വെയിലും അതുപോലെ തന്നെ മഴയൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് നമ്മുടെ കാലാവസ്ഥ. നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും പല പല തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും. ജോലിയുടെ തിരക്ക് അല്ലെങ്കിൽ മറ്റു പല പ്രവർത്തികൾ, ബിസിനസ്, അതൊക്കെ ആണെങ്കിൽ കൂടി നമ്മൾ 1 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ 1 മണിക്കൂർ പോലും നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോസിലൊക്കെ കാണിക്കുന്ന ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാട്ടറിങ് സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിഗേഷന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെയുള്ള വളം, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ പോലും ചിലപ്പോൾ വേണ്ടി വരില്ല. ഞാനിപ്പോൾ ഈ ഒരു ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് 1 മണിക്കൂർ പോലും ഡെയിലി സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ 10 മിനിറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഉണ്ടായ കായ പൊട്ടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ മുകളിൽ കയറുന്നത്. അപ്പോൾ ഈ അത്രയും കുറഞ്ഞൊരു സമയത്തിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു ചെറിയ ഒരു പച്ചക്കറി തോട്ടം നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തും അല്ലെങ്കിൽ ടെറസിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആരാണ് നിരപരാധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം അറിവില്ലാത്തവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ അറിവ് സമ്പാദിക്കുക, നമ്മളിതുപോലെ ചെടികൾ പിടിപ്പിക്കുക, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായ വിഷമടിക്കാത്ത പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ 3 കോടി മലയാളികളിൽ ഒരു 80% പേരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലൊക്കെ ആദ്യം വെക്കേണ്ടത് ഇങ്ങനെയുള്ള നിയമങ്ങളാണ്. 10,000 രൂപ പെർമിറ്റിന് ചാർജ്, ഫീസ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു റെയിൻ ഷെൽട്ടർ എല്ലാ വീട്ടിലും വെക്കണം. അല്ലെങ്കിൽ ചെടി നട്ട് പിടിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ടാക്സിലോ ഒക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് ഇപ്പോൾ ചെന്നൈയിലൊക്കെ ചെയ്തിട്ടുള്ളത് പോലെ നിർബന്ധിതമായിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് നടപ്പിലാക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ഭരണകൂടം ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ തീരുമാനിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുറച്ച് ചിന്തകൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ചെറിയ ഗാർഡനുകൾ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ വിലക്കയറ്റത്തെ പേടിക്കാതെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിക്കാനും പറ്റിയ വിഷമടിക്കാത്ത പച്ചക്കറികൾ എന്നും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, മിക്കവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് ഒരു നിയമത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.